LDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് 2024 ഒക്ടോബർ 14 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ആ പ്രമേയം ഐകകണ്ഠ്യേനയാണ് നിയമസഭ അംഗീകരിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരമൊരു ഇടപെടലിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന UDF ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഏത് കാര്യത്തിലാണോ ആശങ്ക പ്രകടിപ്പിച്ചത് ആ നിയമം അതിൻ്റെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പൂർണ്ണമായി നടപ്പാക്കാനാണ് ഞങ്ങൾ തയ്യാറാകുന്നത് എന്നാണ് കേരള ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യവും ഓർക്കേണ്ടതാണ്. ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ ഇടതുപക്ഷം ശക്തമായി അതിനെതിരെ നിലപാടെടുത്തിരുന്നു. ഇടതുപക്ഷത്തിനോടൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ KC വേണുഗോപാൽ നിയമത്തിനെതിരായി നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം അവഗണിക്കുന്ന നിലയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. 2026 ജൂലൈ 14 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചു. അതിൽ രേഖാമൂലം ബോധിപ്പിച്ച കാര്യമാണ്. അതിങ്ങനെയാണ്: കോട്ട്, ദ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് സ്ട്രിക്ട്ലി in compliance with the mandate of Section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act. ഇതാണ് രേഖാമൂലം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിലുള്ള ഭാഗം. മുസ്ലിം ലീഗിൻ്റെ നോമിനിയായ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ PM സനീർ മുഖാന്തരമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കേസിന്റെ വിചാരണക്ക് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാവുകയും ചെയ്തു. ഇതേ നിലപാട് തന്നെയാണ്, കാരണം സർക്കാരിൻ്റെ നിലപാടാണ്, അഡ്വക്കേറ്റ് ജനറലും കോടതിയിൽ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. അദ്ദേഹവും ഇക്കാര്യത്തിൽ ഹർജിക്കാരോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള യോജിപ്പ് കോടതിയെ അറിയിച്ചു. വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ വന്ന ഭേദഗതി അനുസരിച്ച് 11-ൽ കവിയാത്ത അംഗങ്ങളെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്താണ് ബോർഡ് രൂപീകരിക്കേണ്ടത്. ഈ 11-ൽ 9 പേരെ നിയമിച്ചാണ് നേരത്തെ LDF കാലത്ത് ഉത്തരവായത്. ബാക്കി 2 പേരെ ഉടൻ നിയമിക്കുമെന്ന് ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിയമത്തിലെ 14-ാം വകുപ്പിൽ ആകെ അംഗങ്ങളിൽ 2 പേര്
അമുസ്ലിം ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയ, സുന്നി, മറ്റു മുസ്ലിങ്ങളിലെ പിന്നോക്ക സമുദായക്കാർ എന്നിവരുടെ പ്രതിനിധികളും ബോർഡിൽ ഉണ്ടാവണമെന്ന് നിർദ്ദേശമുണ്ട്. അതത് സംസ്ഥാനങ്ങളിൽ ഗണ്യമായ അംഗങ്ങളുണ്ടെങ്കിൽ ബോറ, അഖാഖാനി ഈ വിഭാഗങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകണമെന്നുണ്ട്. ഇക്കാര്യത്തിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനം കൈക്കൊള്ളാവുന്നതാണ്. ഇവിടെ വഖഫ് ബോർഡിൻ്റെ യോഗം ചേരുന്നതിന് ഉള്ള കോറം 5 അപ്പോൾ 11-ൽ 5 പേരാണ് കോറം. ആ നിലയിൽ പരിശോധിച്ചാൽ വഖഫ് ബോർഡ് യോഗം ചേരാനോ തുറന്നുള്ള പ്രവർത്തനം നടത്താനോ ഇപ്പോൾ നിയമപരമായി ഒരു തടസ്സവുമില്ല. പക്ഷേ കോടതിയിൽ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കേന്ദ്ര നിയമത്തിനനുസരിച്ച് നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് UDF സർക്കാരും അഡ്വക്കേറ്റ് ജനറലും നിലപാടെടുത്തത്. ഇത് BJP ഇതര സംസ്ഥാനങ്ങളിൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരമൊരു ഭേദഗതി നടപ്പാക്കുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും വഞ്ചനാപരമായ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയാകെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വിഭാഗങ്ങളിൽ 2 അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തില്ല എന്നും മറ്റുമാണ് ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം. ഒരു ഹർജിക്കാരൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 100 കണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഫയൽ ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. സ്വത്ത് വഖഫ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തിലെ ചില ഭാഗങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അത്തരമൊരു ഇടപെടൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങൾ അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളുണ്ട്.